കേരളത്തിൽ ഏത് മദ്യം വിൽക്കണമെങ്കിലും അനുമതി നൽകേണ്ടത് എക്സൈസ് വകുപ്പാണെന്ന് മന്ത്രി എം ലിജു. അങ്ങനെ ഒരു ഫയൽ നിലവിൽ വകുപ്പിന് മുന്നിലില്ല. ബജറ്റിൽ അങ്ങനെ ഒരു നിർദ്ദേശം വന്നു. UDF ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്നും എം ലിജു പറഞ്ഞു. ഇത് LDFന്റെ കാലഘട്ടത്തിൽ നിന്ന് ഒരു ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ധനകാര്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് സെയിൽ ടാക്സ് എന്നൊരു തീരുമാനമെടുത്തു. നാളെ ഇത് വിൽക്കുകയാണെങ്കിൽ ഇങ്ങായിരിക്കും നികുതി എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി നിയമസഭയിൽ പറയുകയും ചെയ്തു. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ വിവാദത്തിൽ പ്രസക്തി? UDF നാളെ ഒരു തീരുമാനം എടുക്കുമ്പോഴും അടിസ്ഥാനമാവേണ്ടത് എന്താണ്? മദ്യനയമാണ്. ആ മദ്യനയം വന്നോ? ഇല്ല. അപ്പൊ മദ്യനയം വന്നെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അത് മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് നിയമസഭയിൽ പറഞ്ഞിട്ട് പിന്നെയും അതിനെക്കുറിച്ച് എന്താണ് അർത്ഥം? ഇവിടെ വിൽക്കാനൊരു തീരുമാനമേ ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.